നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. ശവസംസ്കാരത്തിന് സ്ഥലമില്ലാത്തതിനാൽ നവജാത ശിശുവിനെ വീട്ടുവരാന്ത പൊളിച്ച് മറവ് ചെയ്യേണ്ടി വന്ന പിതാവ് വീട് നിർമ്മിച്ചു നൽകണമെന്ന അപേക്ഷയുമായി ഗ്രാമസഭയിലെത്തി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശവസംസ്കാരത്തിന് സ്ഥലമില്ലാത്തതിനാൽ നവജാത ശിശുവിനെ വീടുവരാന്ത പൊളിച്ച് മറവ് ചെയ്യേണ്ടി വന്ന പിതാവ് വീട് നിർമ്മിച്ചു നൽകണമെന്ന അപേക്ഷയുമായി ഗ്രാമസഭയിൽ. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ABVP പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബ്ബുകളുടെ അവലോകന യോഗം ചേർന്നു. അഗസ്ത്യക്കോട് അമ്പലമുക്ക് ന്യൂ LPSന് സമീപം അപകട ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോർമർ. ഏരൂർ ടൗണിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം CPM CPI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. വാർത്തകൾ വിശദമായി. ശവസംസ്കാരത്തിന് സ്ഥലമില്ലാത്തതിനാൽ നവജാത ശിശുവിനെ വീട്ടുവരാന്ത പൊളിച്ച് മറവ് ചെയ്യേണ്ടി വന്ന പിതാവ് വീട് നിർമ്മിച്ചു നൽകണമെന്ന അപേക്ഷയുമായി ഗ്രാമസഭയിലെത്തി. ഏരൂർ പാണയത്ത് 2 സെന്റിൽ മാത്രം സ്വന്തമായുള്ള കുടുംബത്തിലെ നവജാത ശിശു മരിച്ചതിനെ തുടർന്ന് ശവസംസ്കാരത്തിനായി വീട്ടുവരാന്ത പൊളിച്ച് മറവ് ചെയ്യേണ്ടി വന്നത് വലിയ വാർത്തയായിരുന്നു. IHDP കോളനിയിലെ പട്ടികജാതി കുടുംബത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഇടപെട്ടില്ലെന്ന ആരോപണം അന്നുതന്നെ ഉയർന്നിരുന്നു. ചൊവ്വാഴ്ച പാണയം 16-ാം വാർഡ് ഗ്രാമസഭയിലാണ് മരണമടഞ്ഞ നവജാത ശിശുവിന്റെ പിതാവും അമ്മൂമ്മയും വീട് നിർമ്മിച്ചു നൽകണമെന്ന അപേക്ഷ സമർപ്പിക്കാനായി എത്തിയത്. 2 സെന്റ് മാത്രമുള്ള രാജീവിനും കുടുംബത്തിനും 2 സെന്റിൽ ഇടിഞ്ഞു വീഴറായ വീട് മാത്രമാണുള്ളത്. ഈ അവസ്ഥയിലാണ് വീടിനുള്ളിൽ കുഞ്ഞിനെ മറവ് ചെയ്യേണ്ടി വന്നത്. നിരവധി തവണ ഗ്രാമസഭകളിലെത്തി പരാതി നൽകാറുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് രാജീവിന്റെ മാതാവ് ആനന്ദവല്ലി പറയുന്നു. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലും ഇടമില്ലാത്ത തങ്ങളെ സമ്പന്നരുടെ പട്ടികയായ APL ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇതിനാൽ റേഷൻ കടയിൽ നിന്ന് പോലും സാധനങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണെന്നും ആനന്ദവല്ലി പറയുന്നു. കൊച്ചിന് വീടില്ല, ഒരു വീട് വെച്ചിട്ട് പാതി കിടക്കുന്നു. 2 സെന്റ് വസ്തു ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചത്. സർക്കാർ പൈസ ലോൺ എടുത്തപ്പോൾ എത്ര വട്ടം വന്നെന്നറിയാൻ വേണ്ടി അപേക്ഷ ഞാൻ കൊടുത്തിട്ട് വീടിന്റെ ഞാൻ കൊടുത്ത് തന്നില്ല. അത് കിട്ടുമോ കിട്ടുന്ന അറിയില്ല. കൊല്ലത്ത് പോയി കൊണ്ട് കൊടുത്തിട്ട് അത് ഏരി കൊണ്ട് IHDP കോളനിയോടുള്ള അവഗണനയിലും ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കാത്തതിലും പ്രതിഷേധിച്ച് BJP പ്രവർത്തകനായ രാജേഷ് ഗ്രാമസഭ നടക്കുന്ന പാണയം LP സ്കൂളിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു. BJP പ്രതിഷേധം, ബോലോ ഭാരത് മാതാ കി ജയ്. പ്രതിഷേധം പ്രതിഷേധം, BJP പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ദാരുണമായ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ എത്ര ഉണ്ടായിട്ടും പഞ്ചായത്ത് ഭരണസമിതികൾ പലത് വന്നിട്ടും പാണയം പ്രദേശത്തിനുമായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ ഒരു പൊതു ശ്മശാനം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബത്തിൻ്റെ ദാരുണമായ ചില പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് കാണേണ്ടി വന്നത്. 2 സെന്റിൽ താമസിക്കുന്ന പല കുടുംബങ്ങൾ ഇവിടെയുണ്ട്, ഒരുപാടെണ്ണം. അവർക്ക് തൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ പിതാക്കന്മാരോ ഒന്ന് മരണപ്പെട്ടാൽ അടക്കാനായിട്ട് ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ. ഇതൊരു പൊതു ശ്മശാനം പണിയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ ഭരണസമിതി ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും കാര്യമായിട്ട് ഇടപെട്ട് ഒരു പൊതു ശ്മശാനം ഉടൻ തന്നെ പണിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പാണയം 16-ാം വാർഡ് ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരപിള്ള, വാർഡ് മെമ്പർ P സുശീല, അങ്കണവാടി ടീച്ചർ ശോഭനകുമാരി, രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഗ്രാമസഭയിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പാണയം IHDP കോളനിയിൽ പണിതീരാത്ത വീടുകൾക്ക് മുന്നിൽ അധികാരികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ആകെയുള്ള 2-3 സെന്റ് ഭൂമിയിൽ പണി പൂർത്തീകരിക്കാത്ത വീടുകൾക്ക് മുന്നിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. നിരവധി വീടുകളാണ് ഇത്തരത്തിൽ പണി പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ IHDP കോളനിയിലുള്ളത്. പണി പൂർത്തിയാക്കണമെങ്കിൽ തുടക്കത്തിൽ സ്വന്തമായി കാശ് മുടക്കണം.
എങ്കിൽ മാത്രമേ ബാക്കി പണിക്കുള്ള ഫണ്ട് അനുവദിക്കുകയുള്ളൂ. സ്വന്തമായി പ്രാരംഭ രീതിയിൽ ഭവന നിർമ്മാണത്തിന് ചിലവഴിക്കാൻ പണമില്ലാത്തതുകൊണ്ടാണ് ഈ വീടുകളിൽ പലതും നിർമ്മാണം പാതിവഴിയിൽ നിലച്ചത്. തങ്ങളുടെ ദയനീയ സ്ഥിതി ഒരു പ്രദേശവാസി ADB ന്യൂസിനോട് പങ്കുവച്ചു. ഇത് കെട്ടിയിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷമായി. ഇതുവരെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഗവൺമെന്റിന് എന്തെങ്കിലും എല്ലാ സഹായങ്ങളെല്ലാം കിട്ടാറുണ്ടോ ഈ ഏരിയയിലോട്ട്? ഈ ഏരിയ ഞങ്ങൾക്ക് ഈ ഏരിയയിലെല്ലാം 2 സെന്റ് 3 സെന്റ് 5 സെന്റ് ഇങ്ങനെയുള്ളു. അങ്ങ് മേലോട്ടെല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ ചെന്നാൽ അവരൊക്കെ ഇതിന് വേണ്ടതൊക്കെ പറയും. അത്രേ ഉള്ളു എല്ലാവർക്കും. ഇതിനുവേണ്ടി എത്ര രൂപ? ഇതെല്ലാം കോളനിയാ. ഇതിനുവേണ്ടി എത്ര രൂപ അനുവദിച്ച് തന്നത്? 2 ലക്ഷം. 2 ലക്ഷം രൂപ അനുവദിച്ചു. ഇതുവരെ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനി 50,000 രൂപയുള്ളൂ കിട്ടാൻ. ഈ 2 ലക്ഷം രൂപ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇത് ഇല്ല, പറ്റത്തില്ല. ഒരുപാട് വേണം. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോ എത്ര മാസമായി ഇതിങ്ങനെ കിടക്കുന്നു? ഇത് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പം തന്നെ ഇതിനകത്ത് എല്ലാം പ്രശ്നങ്ങളായി കാണുമല്ലോ. ഇത് ഇടയ്ക്ക് വെച്ച് ഭർത്താവിന് സുഖമില്ലാതായി, തിരുവനന്തപുരത്തായി, പിന്നെ മരണമായി, കൊണ്ടുവരക്കായി. പിന്നെ ഒരു മോളുണ്ട്, മോളെ കെട്ടിച്ച് മരുമോനും കൂടെ ഒക്കെ സഹായിച്ച്. ഇതിപ്പം വാർഡ് മെമ്പറെയൊക്കെ സമീപിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? മെമ്പർ വീട് വെക്കാത്ത എന്താന്ന് ചോദിക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് ഇത് ഒരുപാടുണ്ട്. അവിടെ എല്ലാം കിടപ്പുണ്ട്. പണി ആദ്യം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണോ ഇത് ചെയ്യേണ്ടത്? അവരെങ്ങനെയാ പറയുന്നത്? 2 ലക്ഷം രൂപ തരും. അത് തരുന്നത് എപ്പോഴാണ്? നിങ്ങൾ പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ്? കുറേശ്ശെ പണിഞ്ഞിട്ട് ചെല്ലുമ്പം തരും. അതായത് ആദ്യം നിങ്ങൾ പൈസ ഇറക്കി ചെയ്യണം. ചെയ്തതിന് ശേഷം അവിടെ ചെന്ന് നമ്മൾ പൈസ ഉണ്ടെങ്കിൽ ഇറക്കുന്ന, അല്ലെ അവർ 25,000 തരും. പിന്നെ ചെല്ലുമ്പോൾ 50,000 തരും. അല്ല, അത് തരുന്നതിന് മുമ്പ് ഈ പണി പൂർത്തീകരിച്ച് കാണിക്കണമെന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്നും ഫണ്ടിറക്കി ചെയ്യണമെന്നുണ്ടോ? പണി ചെയ്ത് പൂർത്തിയാക്കിയെങ്കിലേ ബാക്കി തരത്തുള്ളൂ. അവരൊരു 10-40,000 രൂപ പിടിച്ചിടും. അത് പിന്നെ നമ്മൾ വയറിങ്ങും ഇതെല്ലാം ഇതിനകത്ത് വേണം ചെയ്യേണ്ടത്. അതായത് ആദ്യം നിങ്ങൾ പൈസ മുടക്കണം. മുടക്കി നിങ്ങൾ അങ്ങനെ ഇതിൻ്റെ തന്നുകൊണ്ടിരിക്കുന്നു. ചെയ്യാൻ 80,000 രൂപ ഉണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്യുന്ന. പിന്നെ ഇനി എന്തെങ്കിലും നമ്മുടെ ഇത്തിരി പൈസ ഒക്കുമ്പോൾ നമ്മൾ വാക്ക് ചെയ്യും. ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കുന്ന 2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ വീടുകളുടെ പണി പൂർത്തിയാക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ 2 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം ഒരു വീട് വെക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ബാക്കി തുക സ്വന്തമായി കണ്ടെത്തേണ്ട അവസ്ഥ കൂടിയാണ്. വോട്ട് തേടിയെത്തുമ്പോൾ മാത്രം പറയുന്ന പാഴ്വാക്കുകൾ വിശ്വസിച്ച IHDP കോളനി നിവാസികൾ പലരും ഇപ്പോഴും താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായതും ബലക്ഷയമുള്ളതുമായ വീടുകളിലാണ്. ചിതറിക്കിടക്കുന്ന ഈ പാറക്കഷ്ണങ്ങൾ പോലെ ഇവരുടെ പ്രതീക്ഷകളും ഇനിയെങ്കിലും സാധ്യമാകുമോ? ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ABVP പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥി സംഘടനകളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJPയുടെയും ABVPയുടെയും നേതൃത്വത്തിൽ ഏരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിന് ABVP സംസ്ഥാന കമ്മിറ്റി അംഗം ബബുൽദേവ്, BMS കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരൂർ മോഹനൻ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി സന്തോഷ് പാലമുക്ക്, സനു, ജോഗേഷ്, പ്രിനു എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് ഏരൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധരണയിൽ ABVP സംസ്ഥാന കമ്മിറ്റി അംഗം ബബുൽദേവ് സ്വാഗതം പറഞ്ഞു. ധരണ BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഏരൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഏരൂർ സ്കൂളിൽ നടന്നിരിക്കുന്നത്. കാരണം 125 വർഷം പഴക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർക്ക് വിദ്യ പകർന്നു കൊടുത്തിരുന്ന നല്ല ഒരു സരസ്വതി വിദ്യാലയമായിരുന്നു നമ്മുടെ ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ആ ഗവൺമെന്റ് ഹൈസ്കൂളിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വികലപ്പെടുത്തൽ, നമ്മൾ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ ഈ പറയുന്ന പോലെ എതിരൊന്നുമല്ല. പക്ഷെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കണം. പക്ഷെ അതിനൊരു മാന്യതയുണ്ട്. കാരണം നമുക്കറിയാൻ സാധിക്കുന്ന ഒരു പിഞ്ചു കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഒരു AYFന്റെ അല്ലെ ASFന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയുകയും അതിന് സാധിക്കാത്ത ഒരു കൊച്ച്, ആ കൊച്ചിനെ ഈ പറയുന്ന പോലെ മഫ്ലർ ഉപയോഗിച്ചുകൊണ്ട്, മഫ്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ താലിബാൻ ഭീകര സംഘടനകളൊക്കെയാണ് ഇത്തരത്തിലുള്ള മഫ്ലർ ഉപയോഗിക്കുന്നത്. ഈ മഫ്ലർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പിഞ്ചു കുട്ടിയുടെ ചെവിക്കലിന് അടിച്ചു പൊട്ടിക്കുക,
അതോടൊപ്പം തന്നെ അത് കണ്ട് ഓടി വന്ന ആ കുട്ടിയുടെ വേറൊരു കുട്ടി ഓടി വന്ന് വീണിട്ട് അവരുടെ കൈ പൊട്ടുക, അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അതിനുള്ള നേതൃത്വമുള്ള PTA ഇതുവരെ അതിനുവേണ്ടി തീരുമാനം എടുത്തിട്ടില്ല. അവിടെ ഒരു PTA ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തി നടപ്പിലാക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു PTAയുടെ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ അറിയാൻ സാധിക്കും. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെയാണ് ഈ ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു തെരഞ്ഞെടുപ്പ്. അതിന്റെയൊക്കെ കാര്യം എന്താണ്? സമൂഹത്തിൽ കൊള്ളാവുന്ന നല്ല മാന്യ വ്യക്തികളെ അത് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ PTAയുടെ ചുമതല വഹിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വടവൻ ബിജു, BJP ഏരൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഏരൂർ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏരൂർ ടൗണിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം CPM CPI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം CPI CPM പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. കഴിഞ്ഞ ദിവസം ഏരൂർ സ്കൂളിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. വിദ്യാർത്ഥികളെ മുഖംമൂടി അണിഞ്ഞ് ആക്രമിച്ചത് AISF പ്രവർത്തകരാണെന്ന് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുകയും ഇതേ തുടർന്ന് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഉന്തിലും തള്ളിലും കലാശിക്കുകയുമായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് പ്രവർത്തകർ ശാന്തരാവുകയും അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഏരൂർ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സമരവിമുക്തമാക്കാൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും PTAയും തയ്യാറെടുക്കുന്നു. സ്കൂൾ അച്ചടക്കത്തെയും പഠനത്തെയും വിദ്യാർത്ഥി സംഘടനകളുടെ സമരങ്ങൾ ബാധിക്കുന്നതിനാലാണ് ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയന വർഷം ആരംഭിച്ച് സ്കൂൾ അടയ്ക്കുന്നതുവരെ സമരങ്ങളെ ചെറുക്കുന്നതിനായി ഹൈക്കോടതിയുടെ ഉത്തരവ് നേടിയെടുക്കാൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും PTAയും രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂളിൽ സമരങ്ങൾ നടക്കുന്നത് നിത്യസംഭവവും വിദ്യാർത്ഥികൾ അടക്കം ഏറ്റുമുട്ടുന്നത് പതിവുമാണ്. ഇത് സ്കൂൾ വിദ്യാഭ്യാസത്തെയും റിസൾട്ടിനെയും ബാധിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവുറ്റ രീതിയിൽ എത്തിക്കുന്നതിനും സമാധാനപരമായ അന്തരീക്ഷം സ്ഥാപിക്കുന്നതിനുമായി വെള്ളിയാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനാണ് അധികൃതരുടെ തീരുമാനമെന്ന് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഏരൂർ അനിൽ, PTA പ്രസിഡന്റ് PS സുമൻ, സ്കൂൾ പ്രിൻസിപ്പൽ S ഷക്കീല, HM ഇൻചാർജ് G അലക്സാണ്ടർ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചലിൽ അന്താരാഷ്ട്ര യോഗദിന സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി. പരിപാടി റവറന്റ് ഫാദർ റിട്ടയർഡ് പ്രൊഫസർ എബ്രഹാം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ അഞ്ചൽ KNK ഓഡിറ്റോറിയത്തിൽ ശ്രീ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി നയിച്ച തെക്കൻ യോഗദിന സന്ദേശയാത്രയ്ക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി യോഗദിന സമ്മേളനവും പ്രദർശനവും നടന്നു. 7, 8, 9, 10. മനുഷ്യരാശിയുടെ ആരോഗ്യപാലനത്തിന് യോഗയുടെ പ്രസക്തി അത്യന്താപേക്ഷിതമാണ്. പകർച്ചവ്യാധികൾ പടരുമ്പോൾ പ്രതിരോധശേഷിയുള്ള ഒരു ശരീരം പ്രദാനം ചെയ്യാൻ യോഗയുടെ നിഷ്ഠതകൾ ആവർത്തിക്കുന്നതും ഉത്തമമാണെന്ന് ഉദ്ഘാടന വേളയിൽ സെന്റ് ജോൺസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ റവറന്റ് ഫാദർ എബ്രഹാം ജോസഫ് പറയുകയുണ്ടായി. ഈ സാരഥിയുടെ ശ്രദ്ധ മുഴുവനും രാജാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 3 ഘടകങ്ങൾ ഒന്നിച്ചു ചേരുകയാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഈ യോഗയെ കുറിച്ചാണ്. നോക്കണ്ടാത്തടത്ത് നോക്കുന്ന അതിനെ നിയന്ത്രിക്കാൻ യോഗാസനം നടത്തുന്നവരെ കൊണ്ട് സാധിക്കും. അല്ലാത്തവനാണെങ്കിൽ നോക്കണ്ടാത്തടത്തേ നോക്കത്തുള്ളൂ. ഇപ്പൊ ഈ നെറ്റെന്നും പറഞ്ഞുകൊണ്ട് നെറ്റെന്ന് പറയുന്നത് നമ്മൾ ഭാര്യക്കാണ് നടത്തുന്നത്. വേറെ ഏതാണ്ട് നെറ്റ്, ഇന്റർനെറ്റ് പിള്ളേർ എന്തൊക്കെയാ കാണിക്കുന്നത്. ഇന്നിപ്പോ യൂറോപ്പിലെ സായിപ്പ് പുരുഷനെ കല്യാണം കഴിക്കുന്നു, സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. 14 രാജ്യങ്ങളിൽ അത് നിയമമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ 14ാമത്തെ രാജ്യത്തിന്റെ പേരാണ് ഫിൻലാൻഡ്.
പാറക്കാട് ആശുപത്രി CMO ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പതഞ്ജലി യോഗ വിദ്യാപീഠം കൺവീനർ ഫിറോസ് സ്വാഗതം ആശംസിച്ചു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ പ്രഭാഷണം നടത്തി. ഇവിടെ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടാൻ കഴിയുന്ന രാജ്യമാണ് എൻ്റെയും നിങ്ങളുടേതും. പ്രാചീന ഭാരതത്തിന് സ്വന്തമായി ഒട്ടേറെ സവിശേഷതകൾ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആയുർവേദ ചികിത്സാ സമ്പ്രദായം, ശുദ്ധ സംഗീതം, കഥകളി, തെയ്യം, ഇതെല്ലാം മറ്റു രാജ്യത്തിന് അവകാശപ്പെടാൻ കഴിയുന്നവയല്ല. എറണാകുളം പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ രക്ഷാധികാരി കൈതപ്രം വാസുദേവൻ നമ്പൂതിരി നടത്തിയ മുഖ്യപ്രഭാഷണം യോഗയെപ്പറ്റി കൂടുതൽ വിജ്ഞാനപ്രദമായ വിവരങ്ങൾ ഏവരിലും എത്തിക്കാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഗസ്ത്യക്കോട് അമ്പലമുക്ക് ന്യൂ LPSൽ മതിലിനോട് ചേർന്ന് ഓടുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. സ്കൂൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പഴകിയ ഓടുകൾ പൊളിച്ചുമാറ്റി ഷീറ്റ് സ്ഥാപിച്ചിരുന്നു. പഴകിയ ഓടുകൾ ചുറ്റുമതിലിന് സമീപം തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പല ദിവസങ്ങളിലും കുട്ടികൾ ഇഴജന്തുക്കളെ കണ്ട് ഭയക്കാറുണ്ട്. കുട്ടികളുടെ കളിസ്ഥലത്തിനു സമീപം തന്നെ ഇത്രയധികം ഓടുകൾ അടുക്കി വെച്ചിരിക്കുന്നതിനാൽ പൊട്ടിയ ഓടുകളിൽ കുട്ടികളുടെ കാൽ തട്ടി മുറിയാറുള്ളതും പതിവാണ്. ഓടുകൾ ഇവിടെ നിന്നും മാറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും കഴിയും. അതിനാൽ ഈ പ്രശ്നത്തിൽ അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി സൃഷ്ടിക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ടൂറിസം സാധ്യതയൊരുക്കി വിളക്കുപാറയ്ക്ക് സമീപം പാങ്ങൂപ്പാറ സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. വിളക്കുപാറയ്ക്ക് സമീപം കണ്ണിന് കുളിർമയേക്ക് പാങ്ങൂപ്പാറ സഞ്ചാരികളെ ഉറ്റുനോക്കുന്നു. പച്ചപ്പിന് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന പാങ്ങൂപ്പാറ ഈ റൂട്ടിൽ പോകുന്ന വാഹനയാത്രികർക്ക് നയനമനോഹരമായ കാഴ്ചയൊരുക്കി കാത്തു നിൽക്കുകയാണ്. അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം നിരവധി വിസ്മയ കാഴ്ചകൾ മുൻപും ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകാശത്തെ ചുംബിക്കും പോലെ പ്രൗഢിയിൽ നിലനിൽക്കുന്ന പാങ്ങൂപ്പാറയെ ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതുവഴി വിളക്കുപാറ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറാനും ഇടയുണ്ട്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാങ്ങൂപ്പാറയിൽ അധികം വൈകാതെ തന്നെ സഞ്ചാരികൾ എത്തിത്തുടങ്ങുമെന്ന പ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ, വിളക്കുപാറ. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവിധ ക്ലബ്ബുകളുടെ അവലോകന യോഗം ചേർന്നു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിന് മുന്നോടിയായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് അവലോകന യോഗം നടന്നു. അഞ്ചലിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ചയാണ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ നിർവഹിക്കുക. അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി, വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ A സക്കീർ ഹുസൈൻ, തോയ്ത്തല മോഹനൻ, സീന, N അനിൽകുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് A ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജൈവ പച്ചക്കറി കൃഷി അഞ്ചൽ ഏരിയ ശില്പശാല വ്യാഴാഴ്ച അഞ്ചൽ KNK ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലയെ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വിഷരഹിത പച്ചക്കറി ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച് ഓണത്തെ വരവേൽക്കാനാണ് CPIM-ഉം AIKS-ഉം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് അഞ്ചൽ KNK ഓഡിറ്റോറിയത്തിൽ വെച്ച് ശില്പശാല സംഘടിപ്പിക്കുമെന്നും പരിപാടിയുടെ ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ നിർവഹിക്കുമെന്നും CPIM ഏരിയ സെക്രട്ടറി PS സുമൻ അറിയിച്ചു. ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പച്ചക്കറിയുടെ കാര്യത്തിൽ കൊല്ലം ജില്ലയെ
സ്വയം പര്യാപ്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അഞ്ചൽ ഏരിയയിൽ പച്ചക്കറിയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട ഉൽപാദനം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് 18-ാം തീയതി കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒരു ശില്പശാല പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിലയിൽ പരിശീലനം നൽകിക്കൊണ്ട് ഈ മാസം അവസാനത്തോടുകൂടി അഞ്ചൽ ഏരിയയിൽ 55ഓളം കേന്ദ്രങ്ങളിൽ ഓണത്തിന് വിഷരഹിത പച്ചക്കറി ജനങ്ങൾക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഏരിയയിൽ വിവിധ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിക്കുന്ന സ്റ്റാളുകൾ വഴി ന്യായമായ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകുന്നതിനാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ ജില്ലയെ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷരഹിതമായ പച്ചക്കറി ജനങ്ങൾക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനൊരു മെച്ചപ്പെട്ട സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായി CPIM-ന്റെ നേതൃത്വത്തിൽ 18-ാം തീയതി പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച് ശാസ്ത്രീയമായ അവബോധം നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ശില്പശാലയിലേക്ക് ഏരിയയിലെ കർഷക സുഹൃത്തുക്കളും ബന്ധപ്പെട്ട ആളുകളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വിഷമയമായ പച്ചക്കറി കഴിച്ച് ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയിലെ ആളുകൾക്ക് ഇത് പുത്തൻ ഉണർവേകും. മാത്രമല്ല, ജൈവ കൃഷിയുടെ ഉപഭോഗത്തിന്റെ ആവശ്യകതയെപ്പറ്റി സാധാരണക്കാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുവാനും സാധിക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഗസ്ത്യക്കോട് അമ്പലമുക്ക് ന്യൂ ലോ പ്രൈമറി സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോർമർ. അഗസ്ത്യക്കോട് ന്യൂ LPSന് സമീപത്തെ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അമ്പലമുക്ക് ആലഞ്ചേരി റോഡിന് വശത്തായി സ്കൂളിലെ മതിൽക്കെട്ടിനോട് ചേർന്നാണ് ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ വശത്തായി ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ കാൽനട യാത്രികർക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ട്രാൻസ്ഫോർമറിന്റെ ചുവട്ടിൽ സംരക്ഷണ വേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നും ചില സമയങ്ങളിൽ സ്പാർക്കിംഗ് ശബ്ദവും തീപ്പൊരിയും ഉണ്ടാകുന്നത് ഇതുവഴി കടന്നുപോകുന്നവരിൽ ഭയപ്പാടുണ്ടാക്കുന്നതായാണ് പരാതിയുള്ളത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഉൾപ്പെട്ട ഈ ട്രാൻസ്ഫോർമർ 1 വർഷം മുമ്പാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും റോഡിന് വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. 2 റോഡുകൾ കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇക്കാരണത്താൽ അപകട സാധ്യതയും വളരെ കൂടുതലാണെന്നാണ് നാട്ടുകാരുടെ പരാതി. സ്കൂളിലെ കുട്ടികൾ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും ട്രാൻസ്ഫോമറിലൂടെ കറണ്ട് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ സ്പർശിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലഭിക്കാത്തവർ ഇനി വിഷമിക്കേണ്ട. റെയിൽവേ നിങ്ങൾക്കായി വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്നു. യാത്രക്കാർക്ക് ഏറെ സന്തോഷം പകരുന്ന വാർത്തയാണ് റെയിൽവേ അറിയിക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ടിക്കറ്റ് ഉറപ്പാകാത്ത യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് ലഭ്യമാകുന്ന പദ്ധതി IRCTC നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇതിനായി ഗോ എയർ, സ്പൈസ് ജെറ്റ് വിമാന കമ്പനികളുമായി IRCTC ധാരണയിലെത്തി. ഇനി മുതൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ച് യാത്ര ഉപേക്ഷിക്കുന്ന പതിവ് ഒഴിവാക്കാം. ട്രെയിനിന്റെ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട IRCTC വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത എല്ലാ യാത്രക്കാർക്കും IRCTC ഇമെയിൽ അയക്കും. യാത്രയ്ക്ക് 3 ദിവസം മുൻപെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസമോ തൊട്ടടുത്ത ദിവസമോ വിമാന ടിക്കറ്റ് ലഭ്യമാകുമെന്നാണ് IRCTC വ്യക്തമാക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ട യാത്രക്കാർക്കായി അടുത്തിടെ നടപ്പാക്കിയ ഈ പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പദ്ധതിയിലൂടെ സാധാരണ വിമാന നിരക്കിനേക്കാൾ 30% മുതൽ 40% വരെ കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. ഈന്തപ്പഴത്തിന്റെ ആരോഗ്യ വിശേഷങ്ങളുമായി ADV ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. അറബികളുടെ നിത്യഭോജനത്തിന്റെ ഭാഗമാണ് ഈത്തപ്പഴം. പോഷകങ്ങളുടെ അമൂല്യ കലവറയായ ഈത്തപ്പഴത്തിന്റെ മധുരവും ഗുണവും ഇവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈത്തപ്പഴത്തിന്റെ ഔഷധമൂല്യം പുരാതന കാലം മുതൽക്കേ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നു.
ഇതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ തുടങ്ങി നിരവധി വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യം കുറഞ്ഞവരുടെ ഹൃദയപേശികൾക്ക് ബലം കൂട്ടാൻ ഈത്തപ്പഴത്തിന് കഴിയുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഗർഭിണികൾ പതിവായി ഇത് കഴിക്കുന്നത് നല്ലതാണ്. ശരീരപുഷ്ടി കൂട്ടുവാനും ദഹനത്തിനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഈത്തപ്പഴം. നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെയും മലബന്ധത്തിനും ഏറെ സഹായകരമായ ഒന്നാണ് ഇത്. മാത്രമല്ല ശരീരത്തിനാവശ്യമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും ഇത് ഫലപ്രദമാണ്. ഇത്രയേറെ വിറ്റാമിനുകൾ ഒന്നിച്ചടങ്ങിയിട്ടുള്ള വേറെ ഒരു ഫലവും ഇല്ല. അതിനാൽ ഈത്തപ്പഴം ഒരു ശീലമാക്കൂ. നിങ്ങളുടെ ആരോഗ്യം എക്കാലവും പരിരക്ഷിക്കൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശവസംസ്കാരത്തിന് സ്ഥലമില്ലാത്തതിനാൽ നവജാത ശിശുവിനെ വീട് വരാന്ത പൊളിച്ച് മറവ് ചെയ്യേണ്ടി വന്ന പിതാവ് വീട് നിർമ്മിച്ചു നൽകണമെന്ന അപേക്ഷയുമായി ഗ്രാമസഭയിൽ. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ABVP പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബ്ബുകളുടെ അവലോകന യോഗം ചേർന്നു. അഗസ്ത്യക്കോട് അമ്പലമുക്ക് ന്യൂ LPSന് സമീപം അപകട ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോർമർ. ഏരൂർ ടൗണിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം CPM CPI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.